ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഭാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെയും നമ്മുടെ അലീനയുടെയും വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെയും രോഹിത്തിൻ്റെയൊക്കെ പുതിയ പുതിയ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇനി അടുത്ത ആഴ്ച വരാനിരിക്കുന്ന ആ ഒരു എപ്പിസോഡുകളുടെ ഒരു ചെറിയൊരു ഇൻട്രോയും നാളത്തെയും കൂടെ ബേസ് ചെയ്താണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ മുത്തുമണീസും നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് ലൈക്കും അതിനോടൊപ്പം തന്നെ ഒരു ഹൈപ്പും കൂടെ തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അധികം ദീർഘിപ്പിക്കുന്നില്ല, പോറടിക്കും. അതുകൊണ്ട് നമുക്ക് വിശേഷത്തിലോട്ട് കിടക്കാം. അപ്പം നാളത്തെയും ഈ ആഴ്ച വരാനിരിക്കുന്നതും കൂടെ ആയ എപ്പിസോഡിനെ കുറിച്ചാണ് ഞാൻ ഈ പ്രൊമോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ അലീന നമ്മുടെ രോഹിത്തിനെ ജീവിതത്തിലോട്ട് മടക്കിക്കൊണ്ടുവരികയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ വൈജയന്തി നോക്കുമ്പോൾ നമ്മുടെ അലീന എല്ലാവരുടെയും, അതായത് ബാലചന്ദ്രൻ്റെ ഓൾറെഡി പെറ്റാണ്, അതുപോലെ കൃഷ്ണമോളുടെയും പെറ്റ്. അതിനോടൊപ്പം തന്നെ ബബിതയ്ക്കും രോഹിത്തിനും പോലും ഇപ്പോൾ അലീന മതി. തനിക്കിവിടെ എന്താണ് റോള്, ഇക്കണക്കിന് പോവുകയാണെങ്കിൽ ഒരമ്മയുടെ റോളും അലീന തന്നെ ഏറ്റെടുക്കും. ഇക്കണക്കിന് ഞാൻ ഇവിടെ ഇപ്പം എൻ്റെ മക്കൾ വരും എൻ്റെ കൂടെ, ഞാനൊരു വാടക വീടെടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ വരും എന്നുള്ളൊരു പ്രതീക്ഷ വൈജയന്തിക്ക് ഇതോടുകൂടി മതിയായി. കാരണം അങ്ങനെ ഒരു സംഭവം അത് അസംഭവ്യമാണ്. മക്കൾ വരും എന്ന പ്രതീക്ഷ. ഒറ്റയ്ക്കൊരു വീട്ടിൽ പോയി താമസിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ആരും ഇല്ലാണ്ട് ഒരു ആവശ്യം, ഒന്നാമത് കാലിൽ നല്ല രീതിയിൽ നടക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിൽ മക്കൾ പോലും ഇല്ലാണ്ട്, ഒരു തുണ പോലും ഇല്ലാണ്ട് ഒരു വലിയ വീട്ടിൽ പോയി താമസിക്കുക എന്നൊക്കെ പറയണത് വളരെ റിസ്ക് ഏറിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വൈജയന്തി അത് മാത്രമല്ല ചിന്തിക്കുന്നത്, താൻ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്നേക്കുമായി താൻ ഇവിടെ നിന്ന് ഗെറ്റ് ഔട്ട് ആകും എന്നതും വൈജയന്തിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏകദേശം ഇപ്പം നടക്കുന്നതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അലീന ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ അനുസരിച്ച് പാവം ഓരോ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ കൃഷ്ണമോള് കാണുന്ന സമയത്തെല്ലാം അലീന ചേച്ചി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. പിന്നെ ബബിതയാണെങ്കിലും ഇപ്പോൾ ആളാകെ മാറി അല്ലേ. അലീനയോടൊക്കെ ഒരു സിമ്പതി, വീട്ടിലെ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. ഫുഡൊക്കെ എടുത്ത് വെക്കാനും പാത്രങ്ങളൊക്കെ എടുത്ത് തിരിച്ചു വെക്കാനും ഒക്കെ ബബിത ആ ഒരു വീട്ടിൽ, അതായത് പണ്ട് അങ്ങനെയല്ല, ഒരു റൂമിലൊരു ഫോണും കൊണ്ട് കയറി കഴിഞ്ഞാൽ സ്വന്തം ആ ഒരു കാമുകനും ഉണ്ട്, ആ കാമുകനുമായിട്ട് 24 മണിക്കൂറും സൊള്ളിക്കൊണ്ടിരുന്ന ബബിതയാണ്. ഇപ്പോൾ ആ ബബിത ആകെ ക്യാരക്ടറൊക്കെ മാറി, ഒരു മയവും ആ വീടിനോടൊക്കെ ഒരു സ്നേഹവും മറ്റുള്ളവരുടെ അടുത്ത് മുഖത്ത് നോക്കി സംസാരിക്കാനൊക്കെയുള്ള ഒരു ഇതൊക്കെ വന്നു. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ഓഫീസിലും കടകളിലൊക്കെ പോയിട്ട് ആകെ ടയേർഡായിട്ട് വരികയാണ്. അപ്പോൾ അലീന വന്നപ്പോൾ അവിടെ ഉണ്ട്. അച്ഛാ എന്തായി ജോലി സ്ഥലത്തെ കാര്യങ്ങളും കടകളിലൊക്കെ എങ്ങനെയുണ്ട് അച്ഛാ എന്ന് ചോദിക്കുന്നത്. ഒന്നും പറയേണ്ട മോളെ, ഞാൻ ആകെ തളർന്നിരിക്കുക. പിന്നെ ഗോവർദ്ധനൻ ഉള്ളത് കൊണ്ട് കടയിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ പോണു. പിന്നെ കച്ചവടമൊക്കെ തീരെ കുറവാണ്. കാരണം വേറൊന്നുമല്ല, ഒരു പീഡന കേസിലെ പ്രതിയുടെ അച്ഛൻ്റെ കട എന്ന രീതിയിലല്ലേ നമ്മൾ അറിയപ്പെടുന്നത്. അതുകൊണ്ട് സെയിലും കാര്യങ്ങളും തീരെ കുറവാണ്. അത് സാരമില്ല, കുറച്ച് ദിവസം കൊണ്ടൊക്കെ ശരിയായിക്കോളും. പക്ഷേ എങ്കിലും നമ്മുടെ രോഹിത്തിൻ്റെ കാര്യം എന്തായി മോള്, അവൻ ഒരുവിധം റിക്കവറായി വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ അലീനയോട് തിരക്കാണ്. അച്ഛൻ രോഹിത്തിൻ്റെ കാര്യം ഓർത്ത് ഒന്നും തിരക്കണ്ട. കാര്യം അവന് കഴിഞ്ഞ ദിവസം നല്ല പൊള്ളുന്ന പനിയും ചുമയൊക്കെ ഉണ്ടായിരുന്നു. ചങ്കത്ത് നല്ല രീതിയിൽ നീർക്കെട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവനെ ഹോസ്പിറ്റലിൽ മാറ്റേണ്ടതാണ്. പക്ഷെ അച്ഛൻ പേടിക്കണ്ട, നെഞ്ചത്ത് ചൂട് പിടിച്ചും ചില പൊടിക്കൈ മരുന്നുകളൊക്കെ കൊടുത്ത് ഞാൻ അവനെ ഒരുവിധം ഭേദപ്പെടുത്തി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അച്ഛൻ അവൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അധികം ടെൻഷനൊന്നും അടിക്കേണ്ട. പനിയൊക്കെ ഒരുവിധം, കഴിഞ്ഞ ദിവസം തീ പൊള്ളുന്ന പനിയായിരുന്നു. ഞാൻ അന്നേരം അച്ഛനെ വിളിക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്നൊക്കെ ഞാൻ കരുതിയതാണ്. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല മോളെ, അവൻ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ, എല്ലാം കഴിക്കുന്നുണ്ട്, ഞാൻ വാരി കൊടുക്കുന്നുണ്ട്. അച്ഛൻ അവൻ്റെ കാര്യം ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. ഇത് കേട്ടപ്പോൾ ബാലചന്ദ്രന് ഒരു സമാധാനം ആവേണ്. കാരണം ഒരേ ഒരു മകനാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ആ ഒരു മോൻ്റെ ജീവിതം ഒരു സൈക്കോ ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലേ. താങ്ങാവുന്നതിനേക്കാൾ സങ്കടങ്ങൾ താങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു മോൻ്റെ അവസ്ഥയും കൂടെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ തകർന്നു പോകും. അതുകൊണ്ട് അലീന വേണ്ട ബലം കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അച്ഛന് ഞാൻ എന്താ എടുക്കേണ്ടത്, ചായയാണോ കോഫിയാണോ? മോളെ എനിക്ക് നല്ലൊരു ജിഞ്ചർ ടീ എടുക്കാൻ പറയുന്നുണ്ട്, ഞാനൊന്ന് ഫ്രഷായി വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അലീന നമ്മുടെ
രോഹിത്തിൻ്റെ അടുത്ത് ചെല്ലുകയും രോഹിത്തിനെ അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അവൻ ഒരുവിധം ഒന്ന് പിക്കപ്പായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം. കാരണം ചുമയും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് ഇടയ്ക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണിയും പാളും. അപ്പോൾ നമ്മുടെ പിന്നെ കൃഷ്ണമോള് അതുവഴി പോയപ്പോൾ നമ്മുടെ വൈജയന്തി വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചു, എന്തായി രോഹിത്തിൻ്റെ അവസ്ഥ? അമ്മ ഒന്ന് പോയി പോലും രോഹിത്തേട്ടനെ നോക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോളെ കുറേ കുറ്റപ്പെടുത്തി. കൃഷ്ണമോളുടെ വായിൽ വരുന്നതൊക്കെ പറയുമല്ലോ, അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. കൃഷ്ണമോള് പറഞ്ഞ്, അമ്മ ഇപ്പോൾ ഒരുവിധം പുറത്തോട്ടൊക്കെ ഇറങ്ങി തുടങ്ങിയല്ലോ അമ്മയൊന്നും നല്ല രീതിയിലെല്ലാം മനസ്സിലാക്കി അമ്മയും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ കുടുംബത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുണ്ടാകത്തില്ല എന്ന്, ഞാൻ ഇന്നോ നാളെ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ വൈജയന്തിയുടെ മനസ്സിൽ ബബിതയോ അല്ലെങ്കിൽ രോഹിത്തിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത്ര പോരാ, അവനൊന്ന് ഓക്കെ കഴിയുമ്പോൾ അവനെ കൊണ്ടുപോകാം എന്നുള്ള രീതിയാണ്. പക്ഷേ ബബിത വരും എന്നുള്ളതാണ് വൈജയന്തിയുടെ ഒരു വിശ്വാസം. പക്ഷേ കൃഷ്ണമോള് പറഞ്ഞു, അമ്മ ഒന്ന് വിളിച്ചു നോക്കെന്ന് പറഞ്ഞു. ഇവരെ രണ്ടുപേരെ ആരാ ഇതിൽ വരുന്നതെന്നൊന്ന് നോക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കൃഷ്ണമോൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് വൈജയന്തിയുടെ റൂമിൽ നിന്നും. എൻ്റെ നേരെ അച്ഛൻ്റെ അടുത്ത് പോകുന്നുണ്ട്. എൻ്റെ ബാലേന്ദ്രൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അച്ഛ, അലീന ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പെടുന്നു. അച്ഛൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ്റെ കാര്യത്തിലാണെങ്കിലും ബബിതേച്ചിയുടെ ഇപ്പോൾ അതേ രോഹിത്തേട്ടൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് കെയറിങ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പക്ഷേ അവളെ മനസ്സിലാക്കാൻ ചിലരിവിടെ ഇപ്പോഴും ശ്രമിക്കുന്നില്ലല്ലോടി മോളെ എന്ന് പറയുന്നുണ്ട്. അച്ഛൻ അതൊക്കെ താനെ ശരിയാണ്. നമ്മളാരും ആരുടെ അടുത്ത് അലീന ചേച്ചി ആരാണെന്നും എന്താണെന്നും ഒന്നും നമ്മൾ വ്യക്തമാക്കി കൊടുക്കേണ്ടതില്ല. അലീന ചേച്ചി ആരാണെന്ന് ഒരു കാലത്ത് ഒരു സമയത്ത് ഇവരൊക്കെ മനസ്സിലാക്കും. അച്ഛൻ കണ്ടോളാൻ പറഞ്ഞു. പക്ഷേ ഒരു കാര്യമുണ്ട് അച്ഛൻ, നമുക്ക് വേണമെങ്കിൽ അച്ഛന് അമ്മയോട് സത്യമൊക്കെ പറയാമായിരുന്നു. എങ്കിൽ ഒരു പക്ഷേ അമ്മയുടെ മനസ്സിൽ ആ ഒരു ദേഷ്യവും വൈരാഗ്യമൊക്കെ അങ്ങ് മാറില്ലേ. അത് പറഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ്റെ ഫേസൊക്കെ അങ്ങ് മാറിയില്ലേ. ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന രീതിയല്ല. നീ എന്തറിഞ്ഞിട്ടാ മോളെ പറയുന്നത്? ഞാനൊരു മനുഷ്യനാണ്, അച്ഛനാണ്. 10-22 വർഷത്തോളം ഞാൻ വെറും ഒരു വിഡ്ഢിയെ പോലെയല്ലേ അവളുടെ മുന്നിൽ ഞാൻ വേഷമാടിയത്. അല്ലേ, എന്നെ ഒരു വിഡ്ഢിയല്ലേ അവളും അവളെ കുടുംബക്കാരും ആങ്ങളമാരും എല്ലാം എന്നെ ആക്കിയത് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അങ്ങ് ഷൗട്ട് ചെയ്യണ്. ഒരു കാലത്ത് ഞാൻ അവളോട് പറയും, പക്ഷെ അന്ന് അലീന അവളുടെ അടുത്ത് ഉണ്ടാകില്ല. ആ സമയത്തെ ഞാൻ പറയുള്ളൂ. ഇതൊരു മധുര പ്രതികാരമായിട്ടാണെങ്കിലും മോള് കരുതിക്കുമെന്ന് പറയാം. കൃഷ്ണമോക്ക് പേടിയായി. അച്ഛൻ അത്രയെന്ന് വെച്ചാൽ അച്ഛൻ്റെ മുഖഭാവമൊക്കെ അങ്ങ് മാറിപ്പോയി. ആ ഒരു കേസിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ബാലചന്ദ്രൻ ഒരുക്കമല്ല എന്നുള്ളത് കൃഷ്ണമോക്ക് മനസ്സിലായി കേട്ടോ. കൃഷ്ണമോള് വേണ്ട അച്ഛന് ഇഷ്ടമില്ല അച്ഛൻ പറയണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് താഴോട്ട് വന്നപ്പോൾ വൈജ വീണ്ടും കൃഷ്ണമോളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് അച്ഛനും മോളും കൂടെ വലിയൊരു ഡിസ്കഷനൊക്കെ? എൻ്റെ കാര്യങ്ങളായിരിക്കും, ഇപ്പം ഞാനാണല്ലോ ഇവിടുത്തെ ഹീറോയിൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, അമ്മയുടെ കാര്യം തന്നെയാണ്. അമ്പിനും വില്ലിനും അടുക്കത്തില്ല. ഒരു മനുഷ്യ സ്വഭാവമോ അല്ല അമ്മയുടെ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞോ. നീയൊക്കെ എത്രത്തോളം പറയാൻ പറ്റുമോ? നീയും നിൻ്റെ അച്ഛനും നിൻ്റെ അലീന ചേച്ചിയും ഒക്കെ പറഞ്ഞു. എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വൈജയന്തി ദേഷ്യപ്പെടാനുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോളങ്ങ് മാറുകയാണ്. അപ്പോഴേക്കും ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ബബിത അലീനയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്തെങ്കിലും ചെയ്തു തരണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രോഹിത്തിനെ ഇടയ്ക്ക് പോയി ബബിത നോക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ വൈജയന്തി നമ്മുടെ കമലേട്ടത്തിനെ ഒന്ന് വിളിച്ചു നോക്കുകയാണ് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കമല നോക്കുമ്പോൾ വിളിക്കണുണ്ട്, എന്താണാവോ. വൈജയന്തിക്ക് വേറൊന്നുമല്ല, നമ്മുടെ ശിവശങ്കരൻ അവിടെ നിന്ന് പോയോ അതോ പിന്നെ ശിവശങ്കരൻ ഗൾഫിൽ പോയോ, പിന്നെ ഗംഗേട്ടൻ വന്നിട്ടുണ്ട്, ഗംഗേട്ടനും പോയോ ഇല്ലയോ എന്നൊക്കെ ഉള്ള വിവരങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒടുവിൽ കമല ഫോൺ എടുക്കുകയാണ്. വൈജയന്തി പറഞ്ഞോളൂ, എന്തുണ്ട് കമലേട്ടത്തി അവിടെ വിശേഷം? ഇവിടെ എന്ത് വിശേഷം? അവിടെ എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. ഇവിടെ എന്നാ വിശേഷം? ഇവിടെ ഒരു ഉരുമ്പൊട്ടവളുണ്ടല്ലോ, അവളിവിടെ അങ്ങ് നിറഞ്ഞ് പന്തലിച്ച് അങ്ങ് നിൽക്കുന്നുണ്ട്. ഞാൻ ആരാന്ന് കൂടി എനിക്ക് തന്നെ അറിയില്ല ഈ വീട്ടിൽ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമല പറഞ്ഞു, ഇതിനെല്ലാം കാരണക്കാരി നീ തന്നെയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വൈജയന്തി പറഞ്ഞു, അതൊക്കെ പോട്ടെ, ശിവേട്ടൻ പോയോ എന്ന് ചോദിച്ചു. അതെങ്ങനെയാണ് ശിവേട്ടൻ പോകുന്നത്? അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? ഞങ്ങളുടെ മകൻ ജയിലിൽ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുകയല്ലേ. നിനക്ക് സമാധാനമായി കാണും, നിൻ്റെ മകൻ ഇറങ്ങി. അത് ആ അലീനയെന്ന് പറയുന്നവളുള്ളത് കൊണ്ട്. എന്തൊക്കെയാണ് കമലേട്ടത്തെ
പറയണം. അലീനയെന്ന് പറയുന്നവളോ, അവളെന്ത് ചെയ്തിട്ടാ? എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എൻ്റെ മകൻ ഇറങ്ങി. എൻ്റെ മകൻ നിരപരാധിയാ. എൻ്റെ പൊന്ന് വൈജേ, നീ ഈ നിരപരാധി എന്ന് പറയണത് ആ പെണ്ണ് ആ വീട്ടിൽ കയറി, ശരണ്യ എന്ന് പറയുന്നവളുടെ വീട്ടിൽ കയറി ഇറങ്ങിയല്ലേ അവൾ ആ സത്യങ്ങളൊക്കെ കോടതിയിൽ പറയാനുള്ള ധൈര്യം കിട്ടിയതും ഒക്കെ. അതുകൊണ്ട് അലീന കാരണം തന്നെ രോഹിത് പുറത്തിറങ്ങിയെന്ന് പറയും. പക്ഷേ വൈജയന്തി അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല. എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് മാത്രം അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഞാനത് അംഗീകരിച്ച് തരില്ല എന്ന് വൈജ കമലയോട് പറഞ്ഞു. അപ്പോൾ കമല പറഞ്ഞു, നീ അംഗീകരിക്കണ്ട, പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അലീന കാരണം തന്നെയാണ് രോഹിത് പുറത്തിറങ്ങിയെന്ന് വൈജയുടെ അടുത്ത് തർക്കിച്ച് തന്നെ കമല പറഞ്ഞു. അപ്പോൾ അവസാനം കമലയ്ക്ക് ദേഷ്യം, എൻ്റെ പൊന്ന് കമലയുടെ ഞാനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വിളിച്ചത്. അമ്മയുടെ വിശേഷം എന്താ? അമ്മയെ കാണാൻ വരണം എന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് കാറൊന്നും ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റില്ല. മനു അവിടെ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒന്ന് വരാൻ പറയുമോ? വിളിച്ച കണക്ക് തന്നെ അവൻ വന്ന കണക്ക് തന്നെ. അലീന കുലീനേനെ വേണമെങ്കിൽ വിളിക്കാൻ പറഞ്ഞാൽ അവൻ ഓടിയെത്തും. നീ വിളിച്ചു നോക്ക്. എന്നാൽ കമലയേട്ടത്തി ഒന്ന് ഫോൺ കൊടുക്കാൻ പറയും മനുവിൻ്റെ കയ്യിൽ. അതെ, മനു മേളിൽ റൂമിലെങ്ങണ്ട, നിനക്ക് അവൻ്റെ നമ്പർ അറിയാമല്ലോ, നീ ഒന്ന് വിളിച്ചോ എന്ന് പറയാം. ഞാൻ എന്നാൽ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വൈജയന്തി ഫോൺ വയ്ക്കണം. അപ്പോഴേക്കും കമല ഫോൺ വെച്ച് കഴിഞ്ഞിട്ടിരുന്ന് പിറുപിറുക്കണം. അഹങ്കാരത്തിനൊരു കുറവുമില്ല. അവൾ എന്നെ വിളിച്ചിരിക്കണു, ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാം, അവൾക്ക് ആനന്ദം എന്നുള്ള രീതിയിലൊക്കെ കമല പിറുപിറുക്കണം. ഞങ്ങൾ അനുഭവിക്കുന്ന ടെൻഷനൊന്നും അവൾക്ക് അറിയണ്ടല്ലോ. അവളും അലീനയുടെ കൂടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, അത് തന്നെ അവൾക്കുള്ള തൊഴിൽ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ വൈജയന്തി നമ്മുടെ കമലയുടെ അടുത്ത് അലീനയുടെ കുറേ കുറ്റങ്ങൾ പറയണം. ഇപ്പോൾ രോഹിത്തിന് വലിയ കാര്യമാണ്, അലീനയ്ക്ക് വലിയ കാര്യം ബബിതയ്ക്ക് അലീനയെ വലിയ കാര്യമാണ് എന്നൊക്കെയുള്ള കുറേ നുണയും കിണയും പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മുടെ കമല പറഞ്ഞു, എന്തായാലും നീ വിചാരിച്ച് അവളെ പുറത്ത് ചാടിച്ചാലേ പറ്റുള്ളൂ, അല്ലാണ്ട് നീ ഇവിടെ നിന്ന് പോയത് കൊണ്ട് കാര്യമൊന്നുമില്ല. അലീനയെ പുറത്താക്കിയിട്ട് നീ കളി കളിച്ചാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നൊക്കെ കമല ഫോണിൽ കൂടെ പറഞ്ഞു കൊടുത്തായിരുന്നു കേട്ടോ. നീ ഒരു ദിവസം ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറയാമെന്ന് കമല പറഞ്ഞിട്ടാണ് വൈജയുടെ കോള് കട്ട് ചെയ്യണത്. എന്നിട്ട് വൈജ ആ ഒരു സിറ്റുവേഷൻ കഴിയണം. അതിൻ്റെ ഇടയിൽ നമ്മുടെ രോഹിത്തിൻ്റെ അടുത്ത് പിന്നെ അലീന പോകുന്നുണ്ട്, മേലൊക്കെ ചൂട് പിടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഈ പുറവും അതുപോലെ തന്നെ ഈ ചങ്കിൻ്റെ അവിടെയും ഈ വാരിയലിൻ്റെ അവിടെയൊക്കെ രോഹിത്തിൻ്റെ ഇടിച്ച് ചതഞ്ഞ പാടൊക്കെയാണ്. എന്ന് വെച്ചാൽ നല്ല ഇടി പോലീസിൻ്റെ കിട്ടിയിട്ടുണ്ട്. ഈ 10-20 വയസ്സിൽ ഇടി ഇത്രയും കിട്ടുക എന്ന് വെച്ചാൽ അതിനുള്ള ആരോഗ്യം രോഹിത്തിനെ സംബന്ധിച്ചില്ല. അപ്പം അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് രോഹിത്ത് ചുമയ്ക്കുന്ന സമയത്ത് പോലും ബ്ലഡും മറ്റുമൊക്കെ പറഞ്ഞ, കാരണം ചങ്ക അത്രയ്ക്ക് കലങ്ങി കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ രോഹിത്തിന് ഇപ്പം നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. പക്ഷേ അതൊന്നും രോഹിത്ത് കൂട്ടാക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ അലീനയുടേതായ രീതിയിൽ അറിയാവുന്ന പോലെയുള്ള പൊടിക്കൈ രീതികളും മറ്റുമൊക്കെ അലീന ചെയ്യുന്നത്. പക്ഷേ എന്തായാലും നമുക്ക് നോക്കാം ഈ വഴതോരും മുമ്പേ സീരിയലിൻ്റെ ട്വിസ്റ്റ് ഏത് രീതിയിലാണ് പോകുന്നത്. ഇനിയിപ്പോൾ അലീനയുടെ പക്ഷം ബാലചന്ദ്രൻ, കൃഷ്ണമോള്, ബബിത, രോഹിത്ത് തൻ്റെ ചേച്ചി, തൻ്റെ അമ്മയുടെ സ്നേഹം മുഴുവൻ കൊടുത്ത് തന്നെയാണ് അലീന രോഹിത്തിനെ കെയർ ചെയ്യുന്നത് കേട്ടോ. ആ സ്നേഹം രോഹിത്ത് തിരിച്ചറിയുന്നുമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് രോഹിത്ത് നല്ല രീതിയിൽ ആരോഗ്യമൊക്കെ വീണ്ടെടുക്കുന്ന സമയത്ത് വൈജയുടെ മുന്നിൽ അലീനയ്ക്ക് വേണ്ടിയിട്ട് വാദിച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി സീനൊക്കെയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ബാലചന്ദ്രനും വൈജയും തമ്മിൽ ഏറ്റുമുട്ടുന്ന വമ്പൻ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളും കാര്യങ്ങളും. അലീനയും അവർ മൂന്നുപേരും ഒരു സെറ്റായിരിക്കും അലീനയുടെ കൂടെ. വൈജ ഒറ്റപ്പെടുക തന്നെ ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ മഴതോറും മുമ്പേ സീരിയൽ ഏതൊക്കെ രീതിയിലാണ് പോകുന്നതെന്ന്. അപ്പോൾ ഇനി വരും എപ്പിസോഡുകളുടെ ഒരു ചെറിയ ഇൻട്രോ മാത്രമാണ് പറഞ്ഞത്. നാളത്തെ എപ്പിസോഡ് ഫുൾ വിശേഷം ഞാൻ രാവിലെ ഇടുന്നതാണ്. ഒരു ഇൻട്രോ പോലെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതിൽ 1-2 സീനൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് ഈ ആഴ്ചയിൽ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കേട്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കും ഹൈപ്പും തരിക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മഴതോറും മുമ്പേ സീരിയലിൻ്റെ പ്രൊമോ വിശേഷം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ് മുത്തുമണീസേ.